ഇന്ന് പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ വയ്ക്കാം. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഇടാം. നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം പച്ചപ്പൊടികൾ മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മത്തങ്ങ അതിൻ്റെ പകുതി എടുത്താലും മതി. അതുപോലെ തന്നെ അമരപ്പയർ നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചെടുത്ത അമരപ്പയറായത് കേട്ടോ. പകുതി വഴുതനങ്ങ മതി. മുരിങ്ങക്ക, നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. വഴുതനങ്ങ നമുക്ക് വെള്ളത്തിലേക്കൊന്ന് അരിഞ്ഞിടാം കറിയൊന്ന് പോകാൻ. അമരപ്പയർ സാമ്പാറിൽ അവിയൽ ഇട്ടാലേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ചേനയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കിഴങ്ങ് 2 എടുത്തിട്ടുണ്ട്. ഇത് നല്ല കഷ്ണമൊക്കെ ഉള്ള സാമ്പാറാണ്. പരിപ്പ് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ തന്നെ ഇടുവാണ്, ഞാൻ സെപ്പറേറ്റ് ഒന്നും വേവിക്കുന്നില്ല. എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ഇടുവാണ്. 2-3 പച്ചമുളകും കൂടെ കീറിയിടാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പ് ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ അതിലെ പ്രഷർ കളഞ്ഞ് കുക്കർ തുറക്കണം. കഷ്ണങ്ങളൊന്നും അങ്ങനെ വെന്തുടഞ്ഞിട്ടില്ല, കണ്ടോ? നല്ല മുരിങ്ങയ്ക്കൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, കണ്ടോ? വിസിൽ വന്ന ഉടനെ തന്നെ ഇങ്ങനെ തുറന്നില്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെന്തു പോകുമേ. കിഴങ്ങൊക്കെ അങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി, പച്ചമുളകിൻ്റെ എരിവുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. പച്ചപ്പൊടികളിട്ടിട്ടാണ് ഇത് വെക്കുന്നത്, ഒന്നും ഞാൻ ചൂടാക്കുന്നില്ല. നമുക്കിനി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല. നമുക്കൊക്കെ കായത്തിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നേ നിൽക്കണം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു സ്വല്പം കൂടെ പുളി വേണം. അതിന് ഞാൻ 2 സ്പൂൺ പുളി ഒഴിക്കുവാണ്. ഇല്ലെങ്കിൽ തക്കാളി 2 കൂടുതൽ ചേർത്താലും മതി. കിഴങ്ങ് കണ്ടോ, വെന്തുടഞ്ഞിട്ടില്ല. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം. ഒന്ന് നോക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കടുക് വറക്കാം. ഇതിലേക്ക് ഞാൻ ഉലുവാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിലേക്ക് ഉലുവ ഞാൻ ഇങ്ങനെ ഇടുവാണ്. എല്ലാം പച്ചപ്പൊടികളാണല്ലോ ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചയ്ക്ക് ഉലുവായി ഇങ്ങനെ തന്നെ ഇട്ടത്. സാമ്പാർ പല രീതിയിലും ഉണ്ടാക്കാറില്ലേ? ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, തേങ്ങയൊക്കെ വറുത്ത് അരച്ചും പൊടിച്ചും ഒക്കെ ഇടാറില്ലേ? ഇതിൽ സാമ്പാർ പൊടിയും ചേർക്കുന്നില്ല, ഒരു പൊടികളും ചൂടാക്കുന്നതുമില്ല. കണ്ടോ, വെള്ളരിക്കയൊന്നും വെന്തുടഞ്ഞിട്ടില്ല. ജോലിക്ക് പോകുന്നവർക്കും വളരെ തിരക്കുള്ളവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. എന്നാൽ ഒരു ടേസ്റ്റിയുമാണ്. ചോറിനും ഇഡലിക്കും എല്ലാം നല്ല അടിപൊളി സാമ്പാറാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണേ. നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും കമൻറ്റും ഒന്ന് ചെയ്യണേ.